ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഉള്ളോട് കൂടിയിട്ട് മുടി വളരാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പലർക്കും മുടി കൊഴിഞ്ഞ സ്ഥാനത്ത് പുതിയ മുടികൾ വളരാതെ ഇരിക്കും. അപ്പം അതിനെല്ലാം പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞ സ്ഥാനത്ത് പുതിയ മുടികളൊക്കെ പെട്ടെന്ന് വളർന്നു വരും. മുടിക്ക് ജന്മനാ ഉള്ളു കുറവുള്ളവർക്ക് നല്ല ഉള്ളോട് കൂടിയിട്ട് മുടി വളരാനും മുടിക്ക് നല്ല കട്ടി കിട്ടാനും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതൊക്കെ തടയാനും നന്നായിട്ട് നീളം വയ്ക്കാനും കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കയ്യോന്നിയാണ്. കഞ്ഞുണ്ണി ഭൃംഗരാജ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. ഒരു വൈറ്റ് കളർ പൂവൊക്കെ ആയിട്ട് വരുന്നതാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുടി വളരാൻ സഹായിക്കും. മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാൻ. ഇനിയിപ്പോൾ ജന്മനാ ഉള്ളു കുറവുള്ളവരാണെങ്കിൽ കൂടെ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുടിക്ക് നന്നായിട്ട് ഉള്ളു വയ്ക്കും. മുടി കൊഴിച്ചിൽ കുറയ്ക്കും. മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 തണ്ട് കയ്യോന്നിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവയാണ്. ഉലുവ ഞാൻ കുറച്ച് നേരം, അതായത് ഒരു 4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കേണ്ടത് രാത്രി സമയത്താണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഉലുവ നേരത്തെ തന്നെ നിങ്ങൾ കുതിർത്തി എടുത്ത് വയ്ക്കുക. കുറച്ച് കൂടുതൽ സമയം കുതിർന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു ഉലുവ കുതിർത്തി എടുത്തിട്ടുള്ള വെള്ളം കളയരുത്. ഈ ഒരു വെള്ളം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഉലുവ കുതിർത്തി എടുത്തിട്ടുള്ളതും ആ ഒരു വെള്ളവും കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഉലുവയും പുതിയ മുടി വളരാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ താരൻ്റെ പ്രശ്നം മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് ഉലുവ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കയ്യോന്നി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറ്റാർവാഴയാണ്. വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ തന്നെ എടുക്കണം, എങ്കിലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ തണ്ടായതുകൊണ്ട് തന്നെ 2 തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകണം. അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ സൈഡിലുള്ള മുള്ള് കളഞ്ഞിട്ട് ആ ഒരു മഞ്ഞക്കറ ഫുള്ളായിട്ട് പോക്കണം. അതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കറ്റാർവാഴയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. ചെമ്പരത്തിയുടെ ഇല നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ഷാമ്പു ആണ്. മുടി വളരാനും മുടി സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു 5-8 ചെമ്പരത്തിയുടെ ഇലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. നമ്മൾ ഇതിലേക്ക് നാച്ചുറലായിട്ട് ചേർത്ത് കൊടുക്കുന്ന എല്ലാതും നന്നായിട്ട് കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇതും കൂടെ ആ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ ആദ്യം തന്നെ ഉലുവയും അതിൻ്റെ വെള്ളവും ചേർത്ത് കൊടുത്തു. അതിന് ശേഷമായിട്ട് പിന്നെ കയ്യോന്നി ചേർത്ത് കൊടുത്തു. പിന്നെ കറ്റാർവാഴ ചേർത്ത് കൊടുത്തു. ഏറ്റവും ലാസ്റ്റായിട്ട് ചെമ്പരത്തിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പാക്കെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിത് അരിച്ചിട്ട് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചെടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ അതിലുണ്ടാവും. അത് തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ താരനൊക്കെ ഉള്ളവർക്ക് അത് അധികമാവും. പിന്നെ എല്ലാവർക്കും അത് ഡ്രൈ ആകുന്ന സമയത്ത് ഉരച്ച് കളയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കണം എന്നാണെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ്. പിന്നെ അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇതുപോലെയുള്ളത് തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നത്.
ഇത് ഭയങ്കര കൊഴുപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്കിത് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റേതിപ്പോൾ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. നിങ്ങൾ കുറച്ചും കൂടെ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഹെയർ പാക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്യാനായിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. പിറ്റേ ദിവസം നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് നല്ലതായിട്ടുള്ളതാണ്. പിന്നെ ഉലുവയും ചെമ്പരത്തിയുടെ ഇലയും ഒക്കെ ചിലർക്ക് മുടി ഡ്രൈ ആക്കും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് എണ്ണയാണോ തലയിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഹെയർ ഓയിലാണ്. ദിയൂസ് ഹെർബൽ ഹെയർ ഓയിലാണ്. അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഒന്നും കൂടെ നല്ല ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എണ്ണയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നാക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്രീം പോലെ തന്നെ കിട്ടും. ഇനി ഇതൊരു രാത്രി ഫുള്ളായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ പിറ്റേന്ന് കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം മുടിയിലെ കെട്ടൊക്കെ കളയുക. അതിനുശേഷം നിങ്ങളുടെ മുടി വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നോർമലായിട്ടുള്ള മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ഡ്രൈ അല്ലാത്ത ഫ്രിസി ആയിട്ടുള്ളതല്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ തേച്ച് കൊടുക്കണം നിർബന്ധമില്ല. ഈ ഒരു പാക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകി കളയുക. അരമണിക്കൂറിൽ കൂടുതലായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് ഡ്രൈ ആയിട്ട് നമ്മുടെ ഹെയറിൽ വല്ലാണ്ട് പറ്റി പിടിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഒരൊറ്റ യൂസ് തന്നെ മുടി നല്ല സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആവും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി വളരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.